നാളെ മറ്റൊരു നാട്ടിലേക്ക് പോകാൻ എല്ലാം സെറ്റായിരുന്നു. ഞാൻ അവസാനമായിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പറമ്പിലേക്ക് വന്നപ്പോഴത്തേക്കും അവന്മാർ എനിക്കൊരു ഫെയർവെൽ പാർട്ടി എന്നോട് സെറ്റപ്പാക്കി വെച്ചിരുന്നു. ഏത് നാട്ടിൽ പോയാലും ഏത് സമയത്ത് ജീവിച്ചാലും ഏറ്റവും അധികം മിസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യങ്ങൾ ഒരു കാര്യം അത് ഇതായിരിക്കും. ഫെയർവെല്ലും കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ വണ്ടി സർവീസിനടുത്തേക്ക് വരുന്നത്. അതിൽ അവസാനഘട്ട ഒരു യാത്രയും കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്കും അവന്മാർ പാക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറെടുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവസാനഘട്ട പാക്കിങ്ങിൻ്റെ അവസാന കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെട്ടിയുടെ വെയിറ്റെല്ലാം തൂക്കി നോക്കി ഓവറെല്ലാം ഉറപ്പ് വരുത്തിയ ശേഷം അതിൻ്റെ മുകളിലൊരു പേരും പതിപ്പിച്ച് ഒരു സെൽഫി എടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഒരു 12:30 മണിയായപ്പോഴത്തേക്കാണ് അവന്മാർ യാത്രയായത്. ഉച്ചയ്ക്ക് 12:20 കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഗാറ്റ്വിക്കിലേക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. രാവിലെ 3:30 ഇറങ്ങി രാവിലെ 7:15 ആയപ്പോഴത്തേക്ക് ഈ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നു. ഒരു 7:30 ആയപ്പോഴത്തേക്ക് യാത്രയൊക്കെ പറഞ്ഞ് അകത്ത് കയറി. 7:30 തൊട്ട് ഒരു 8:30-8:45 വരെ ഞാൻ വെയിറ്റ് ചെയ്തു. 8:45 ആയപ്പോഴത്തേക്കാണ് ചെക്ക് ഇൻ തുടങ്ങിയത്. ഞാൻ അവിടെ പോയി ബാഗൊക്കെ കൊടുത്തു, ലഗേജ് കൊടുത്ത് ചെക്ക് ഇൻ ചെയ്തു. അകത്ത് കയറി. കുറച്ച് വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് 2-3 കൂടി എടുത്ത് ഞാൻ വെളിയിൽ കളഞ്ഞു. അതിനുശേഷം ഞാനൊരു 10-11 മണി വരെ വെയിറ്റ് ചെയ്തു. 11 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ചെക്ക് ഇൻ ആരംഭിച്ചു. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിലേക്ക് നടന്ന് കയറുകയാണ് സുഹൃത്തുക്കളെ. വിങ്സിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഈ ഒരു സൈഡ് സീറ്റാണ് എൻ്റെ സീറ്റ്. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റ് ഇത് ഉയർന്നു പൊങ്ങാനായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ പുറത്തോട്ട് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പച്ചപ്പും ഹരിതാവും തെങ്ങുകളും ചെറിയൊരു മഴയും കൂടെ ആയപ്പോഴത്തേക്ക് അറിയാതെ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഓ മൈ ഗോഡ്, ഞാൻ മിസ് ചെയ്യാൻ പോവാണ് എന്ന് തോന്നുന്നു. ഉച്ചയ്ക്ക് 12:20 സ്റ്റാർട്ട് ചെയ്ത ഫ്ലൈറ്റ് ഏകദേശം 10.5 മണിക്കൂർ എടുത്തിട്ടേ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തത്തുള്ളൂ. രണ്ടാമത്തെ തവണയാണ് ഞാൻ ഒരു ഫ്ലൈറ്റിൽ കയറുന്നത്. ഞാൻ കുറേ നേരം ഈ പുറത്തോട്ട് നോക്കി ജനലിലൂടെ ഈ ആകാശത്തിൻ്റെ കാഴ്ചകളും താഴെയുള്ള ചെറിയ 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 പച്ചപ്പും എല്ലാം നോക്കിയിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പച്ചപ്പെല്ലാം പോയി, പിന്നെ ആകാശം മാത്രമായി. ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, പിന്നെ ഉച്ചയ്ക്കത്തെ ഫുഡ് ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. കുറേ കഴിഞ്ഞ് ബോർഡിച്ചപ്പോഴത്തേക്ക് ഫ്രണ്ടിലുള്ള മോണിറ്ററിൽ ചുമ്മാ കുറേ നേരം കുത്തി കളിച്ചു. പിന്നെ കുറേ നേരം ഈ മാപ്പ് നോക്കിയിരുന്നു. നമ്മൾ എക്സാക്ട് എവിടെ കൂടെയാണ് ഫ്ലൈ ചെയ്യുന്നത് കറക്റ്റ് ഇല്ലാത്ത കാണിച്ചു. കുറേ നേരം കഴിഞ്ഞ് വീണ്ടും ബോർഡിച്ചപ്പോഴത്തേക്കും ഒന്നും തോന്നുന്നില്ലെങ്കിൽ പോലും ബാത്റൂം വരെ പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലൈറ്റ് എല്ലാം ഡിമ്മായി, മിക്കവരും ഉറക്കത്തിലായി. പുറത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്ത കാഴ്ച, താഴെ ആകാശം മുഴുവൻ ഇങ്ങനെ മഞ്ഞുവലയൊക്കെ നിൽക്കുന്ന പോലെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഫീലും, നമ്മുടെ മുകളിൽ നിന്ന് സൂര്യനും. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട യാത്രക്കിടയിൽ നമ്മൾ ലാൻഡ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഞാൻ എങ്ങോട്ടാണ് വന്നതെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് നമ്മളൊരു ബസ് കയറി ഇവിടെ ഒന്ന് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റ് ജനലിൽ കൂടെ വെള്ളോട്ട് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ആപ്പിൾ മരം, വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടങ്ങൾ, പണ്ട് കാലത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന ആന്റിന. ഇനി കുറച്ച് നാളത്തേക്ക് നമ്മൾ സ്ഥിരം കാഴ്ച ചെയ്തായിരിക്കും. കാരണം ഇവിടെയാണ് ഞാൻ കുറച്ച് നാൾ താമസിക്കാൻ പോകുന്നത്. നാട്ടിൽ നിന്ന് കെട്ടിപ്പറിക്കൊണ്ട് വന്നതിൽ മാഗി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ മാഗി വെച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് നാട് കാണാനായിട്ട് ഇറങ്ങുകയാണ്. ഈ നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വെറുതെ ഒരു നടത്തം. അതാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം. ഈ നഗരത്തെ ഭംഗിയാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ പഴയ പരമ്പരാഗതമായിട്ട് അവർ ഉപയോഗിച്ച് വരുന്നിരുന്ന ഒരു കെട്ടിട രീതിയിലാണ് പണിഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിൽ കാണാൻ ഭയങ്കര വൈബ്, ഒരു വിന്റേജ് വൈബ്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. അതിലെ നെയിം ബോർഡിൽ ഇരിക്കുന്ന സമയം എന്താണോ ആ കൃത്യസമയത്ത് തന്നെ ബസ് കറക്റ്റായിട്ട് ഇവിടെ എത്താറ്. ഡ്രൈവറും കണ്ടക്ടറും എല്ലാം ഒരാൾ തന്നെ. ഇതാണ് മെട്രോ സൈൻ ബോർഡ്. ഇനി നമുക്ക് റോഡ് ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്യുക, 10 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക, അത് നമുക്ക് സിഗ്നൽ വരും, അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഹിന്ദു ടെമ്പിൾ.